Renovation is always creating the possibilities of transformation, either in our thoughts or in our home. It's me, architect Praseetha. Welcome to our new video. ഇന്നത്തെ എൻ്റെ പ്രൊജക്ട് ലൊക്കേഷൻ പാലക്കാട് പുത്തൂരിലാണ്. മിസ്റ്റർ ഗിരീഷിൻ്റെയും ഫാമിലിയുടെയും ഈ വീട് 3500 സ്ക്വയർ ഫീറ്റിൽ ആർക്കിടെക്ചറൽ കൺസൾട്ടിംഗ് പ്ലസ് ടേൺകീ റിനോവേഷൻ പ്രൊജക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് ആക്ച്വലി റിനോവേഷൻ പ്രൊജക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പഴയ എക്സ്റ്റീരിയർ വെച്ചിട്ട് നമ്മൾ പുതിയ എക്സ്റ്റീരിയറോട് കമ്പയർ ചെയ്യുമ്പോൾ ആർക്കിടെക്ചറൽ ഡിസൈൻ വൈസ് പറയുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ഒരു ഔട്ട്കം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു തീമിൽ, അതായത് വൈറ്റ് ആൻഡ് ഒരു ഡാർക്ക് തീമിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ജോയിനറി, ഷിംഗിൾസ്, അതേപോലെ തന്നെ പില്ലറിൽ കാർവിങ് ആയിട്ടുള്ള പില്ലേഴ്സ്, സിറ്റ് ഔട്ട് നമ്മൾ കുറച്ചുകൂടി വൈഡായിട്ടുള്ള സിറ്റ് ഔട്ട്, കുറച്ചൊരു മോഡേൺ ടച്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ളൊരു ഗ്ലാസ് MS ഫ്രെയിം വിത്ത് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് തീമിൽ ഡാർക്ക് ഷെയ്ഡ്സ്. നമ്മൾ മെയിനായിട്ട് 2 വാളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റൈറ്റ് സൈഡ് വാൾ ക്ലാഡിങ് സ്റ്റോൺ ഉള്ളതും, ഒന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡ് വാൾ ക്ലാഡിങ് സ്റ്റോൺ. അങ്ങനെ 2 തീമിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ജോയിനറിയുടെ ഈ ഒരു കളർ തീമും നമ്മുടെ ഈ ടോട്ടൽ എക്സ്റ്റീരിയറിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ട് നിങ്ങൾക്കത് പഴയ ഒരു വ്യൂ കാണുന്ന സമയത്താണ് എത്രത്തോളം ഈ ഒരു വീട് ചേഞ്ച് ആയിട്ടുണ്ടെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു 10 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. അത് ഫുൾ പാക്ക്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതേപോലെ ഇത് ബാംഗ്ലൂർ ടൈലാണ്. അതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. ഇത് നാച്ചുറലി ബഫല്ലോ ഗ്രാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈൻ ആണെങ്കിലും പഴയ ഡിസൈൻ തന്നെയാണ്. അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അതേ ലെവലിൽ തന്നെ കീപ്പ് ചെയ്ത് എല്ലാത്തിലും നമ്മൾ പെയിൻറ്റിങ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഗേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലൈഡിങ് ഗേറ്റ് HPL 2 തരത്തിലുള്ള ഒരു HPL ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സ്ലൈഡിങ് ഗേറ്റാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. വിക്കറ്റ് ഗേറ്റ് കറക്റ്റ് നമ്മുടെ ആ സിറ്റ് ഔട്ടിൻ്റെ ഓപ്പണിങ്ങിന് അനുസരിച്ചിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ ആ ഒരു എക്സ്റ്റീരിയർ ഡിസൈനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ പടിപ്പുരയുടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ആ ഒരു തീമിൽ കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക കാരണം കൊണ്ടാണ് നമുക്ക് പഴയ ആ ഒരു വ്യൂവും ഈ പുതിയ വ്യൂ വരുന്ന സമയത്ത് അത് എക്സ്ട്രീമിലി നമുക്കൊരു പുതിയൊരു വീടായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, ആ ഒരു തീമിൽ വർക്ക് ചെയ്യുക കാരണം കൊണ്ട്. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ. അപ്പോൾ നമ്മൾ ഫർണിച്ചർ ലേഔട്ട് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. സോഫ, അതേപോലെ തന്നെ സോഫ്റ്റ് ഫർണിഷിങ്, കേർട്ടൻസ്, ഇതെല്ലാം ഒരു തീമിലായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. വൈറ്റ് വാളിൻ്റെ കൂടെ ഡാർക്ക് തീമിലാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. മാർബിളിൻ്റെ ഫിനിഷിങ് വരുന്ന ഒരു ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ലെഡ്ജ് കൊടുത്തിട്ട് ഈ ഒരു ലിവിങ് ഏരിയ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, നല്ല വലിയൊരു ഷാൻലിയറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിലായിട്ടാണ് നമുക്ക് പിക്ചർ വരുന്നത്. അതിന് പിക്ചർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഈ ഒരു ഏരിയയുടെ ഫോക്കസിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ്. ഇത് നമ്മൾ റിനോവേഷൻ ചെയ്തിട്ടില്ല ആക്ച്വലി. ഇത് ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് അനിത ഗിരീഷാണ്. എൻ്റെ ഫാദറാണ് അവിടെ ഇരിക്കുന്നത്. ഹീസ് BA മേനൻ. പിന്നെ ഇതെൻ്റെ അങ്കിളാണ് KCG മേനോൻ. ഇതെൻ്റെ ബ്രദർ ഇൻ ലോ ആണ് കൃഷ്ണകുമാർ ആൻഡ് ഹിസ് വൈഫ് സ്മിത കൃഷ്ണകുമാർ. ഞങ്ങൾ വീട് പണിയണ തുടങ്ങിയത് തൊട്ട് ലാസ്റ്റ് എൻഡ് വരെയും നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ വാട്സാപ്പിൽ അവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ മാത്രമേ നമ്മളിവിടെ വന്നിട്ടുള്ളൂ. അതുവരെ we have no complaints, and I would recommend whoever is going on for a house renovation or new construction of a house, ഞാൻ റെക്കമെൻഡ് ചെയ്യും മോണായി ബിൽഡേഴ്സിനെ. എനിക്ക് നല്ല ഇതാണ്, ഉറപ്പാണ് അവർ നല്ല പണി ചെയ്യും. and they finishing in the work, they are very very particular about each and every aspect, you know. അതുകൊണ്ട് നമ്മൾ നല്ല ഹാപ്പിയാണ്, and I'm very happy with the houses as well. Thank you. Well, I have seen this house being constructed right from the beginning. My father has constructed this house. So that time the house was constructed and reasonable. It was quite okay that time also. Now after this time they have taken up a renovation of this house, and quite frankly it's a heaven and hell
heaven and the earth difference. Is particularly the space here, the living space here looks entirely different, and the attention to details, I can see all the detailing work being done here is quite appreciable, and I can say that is excellent. All the fittings and all. I've gone upstairs also. The bedroom, washroom, everything is top class. We are really glad looking around that what has happened here. Like he was saying, it's a complete transformation. Okay, the house was grand before, but then now it is par excellent. There's like every part of the house has undergone a change, and now it looks like one of those luxurious villas, which is what it is. So we're very glad with what you all have done, and I think your work speaks for itself. Nobody has to put in any more words for you. Like anyone who has a look at what has gone on here, it's 100% satisfaction. ലിവിങ് ഏരിയയോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത്. അപ്പോൾ ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാനലിങ് കം വൈഡ് ആയിട്ടുള്ളൊരു ഡോറ്, അതേപോലെ ഈ ഒരു ഫിക്സഡ് വിൻഡോ, ഇതാണ് മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ക്രോക്കറി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. പോയിൻ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു തീമാണ്. ബ്ലാക്ക് ഫ്ലോറിങ്, അതേപോലെ തന്നെ വൈറ്റ് വാള്, ഡാർക്കായിട്ടുള്ള ഫർണിച്ചർ യൂണിറ്റ്, കോവ് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ്, അതേപോലെ തന്നെ COBs കൊടുത്ത് കുറച്ചുകൂടി ഈ ഒരു സ്പേസിനെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോക്കറി യൂണിറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ പൂജ യൂണിറ്റ് വരുന്നത്. ആസ് ഇറ്റ് ഈസ് ഇത് ക്ലയൻറ്റിൻ്റെ പഴയ ഡോസ് തന്നെയാണ്. നമ്മുടെ പുതിയ തീമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പോളിഷിംഗ് എല്ലാം കൊടുത്ത് കുറച്ചുകൂടി അതിനെ അട്രാക്റ്റീവ് ആക്കിയിരിക്കുകയാണ് ഈ ഒരു യൂണിറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഇതേപോലെ ഒരു ബേ വിൻഡോ വരുന്നുണ്ട്, സ്റ്റെയർ സോഫിറ്റ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റെയർ സോഫിറ്റ് നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. ഇവിടെ ഡെപ്ത് കുറച്ച് കൂടുതലായത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്രോക്കറി ചെറിയൊരു ക്യൂരിയോ ഷെൽഫായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇൻവേർട്ടേഴ്സും അതേപോലെ തന്നെ ബാറ്ററീസ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള അതേപോലെ തന്നെ ഒരു അട്രാക്ഷൻ, നെക്സ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയറാണ്. 6 സീറ്റർ ഡൈനിങ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് തന്നെയാണ്. അതിനെ നമ്മുടെ ഈ ഒരു തീമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ സാൻഡ് ചെയ്ത് കളഞ്ഞ് കുറച്ചുകൂടി പോളിഷിംഗ് എല്ലാം കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഈ ഒരു സ്പേസിന്. ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ നമ്മുടെ ഷോ കിച്ചൺ വരുന്നത്. ഷോ കിച്ചൻ്റെ ആ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാനലിങ് ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ഡോറ് നമ്മൾ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് വരുന്നത്, ഫ്ലോറിങ്ങിൻ്റെ ഡിഫറൻസ്. നമ്മൾ ഗ്രാനൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഗ്രാനൈറ്റിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഷോ കിച്ചൻ്റെ തീം എന്ന് പറയുന്നത് ലൈറ്റ് വിത്ത് ബേജ് കളറാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി അട്രാക്റ്റീവ് ലക്ഷറി ഫീൽ കിട്ടും നമുക്ക് ഈ ഒരു ഡിസൈൻ ഇതേ രീതിയിൽ ചെയ്യുന്ന സമയത്ത്. അതേപോലെ ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മാസറ്റീസ്, കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, COBs, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഈ ഒരു തീമിനെ അട്രാക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള നെക്സ്റ്റ് ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷോ കിച്ചൻ്റെ നമ്മുടെ ഈ ഒരു ഹൈഡിങ് ഡോറാണ്. ഇത് പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്കൊരു യൂണിറ്റ് ആയിട്ടാണ് തോന്നുള്ളൂ. ഇത് സ്റ്റോർ റൂമിലോട്ടുള്ള ഒരു ഡോറാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഏരിയയിലാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ വരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഷോ കിച്ചൻ്റെ ഡീറ്റെയിൽസ്. ആസ് യൂഷ്വൽ നമ്മൾ കൊടുക്കാറുള്ള ഒരു മോഡേൺ കിച്ചന് കൊടുക്കാറുള്ള എല്ലാ ഹാർഡ്വെയർസും കൊടുത്തിട്ടുണ്ട്. എക്യുപ്ഡ് ആയിട്ടുള്ളൊരു ഷോ കിച്ചണാണ്. നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നത്. നമുക്കത് ഈ ഒരു ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിലും 2 ബെഡ്റൂമിലും ഷോ കിച്ചണിലും നമ്മൾ ഈ ഒരു വൈറ്റ് വിത്ത് ബ്ലാക്ക് കളർ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോട്ടാണ്. ഇതെല്ലാം നമ്മൾ റീപെയിൻറ്റിങ് ചെയ്തിരിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഇവിടുത്തെ ഫർണിച്ചർ അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. ബാക്ക് വാള് ടെക്സ്ചർ പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഫാന്, ലൈറ്റ്, അതേപോലെ തന്നെ AC എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലൊരു കുഷൻ വർക്ക് വിത്ത് പാനലിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലക്ഷറി ഫീൽ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു വാൾഡ്രോപ്പാണ്. ഈ ഏരിയയിൽ നമ്മൾ ലോഫ്റ്റ് കൊടുത്തിട്ടില്ല, അത് ഫുൾ ലെങ്ത്തിൽ വാൾഡ്രോപ്പ് ഈ ഒരു കളറാണ്, ബേജ് കളറാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ എൻഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഡ്രസ്സിങ് ഏരിയ ഈ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ടാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ലെവൽസ് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടുള്ളൊരു ഫോക്കസിങ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. ആക്ച്വലി ഇതൊരു വളരെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടുത്തെ ഒരു ഫർണിച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്യൂൻ സൈസ് കോട്ട് വിത്ത് വാൾഡ്രോപ്പ്, അതിൻ്റെ ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാൾഡ്രോപ്പിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലാമിനേഷനാണ്. അതായത് നമ്മുടെ ഈ ഒരു വുഡൻ ലാമിനേഷൻ്റെ കൂടെ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ ഒരു സ്റ്റഡി ടേബിൾ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ഡ്രോവേഴ്സ്. അതിന് ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, വെൻറ്റിലേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വിൻഡോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബാക്ക് വാൾ പാനലിംഗ് ആണ്. അപ്പോൾ പാനലിംഗ് ആണെങ്കിലും നമ്മുടെ ഈ ഒരു വാൾഡ്രോപ്പിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം ആ ഒരു തീം തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി നമുക്കൊരു ലക്ഷറി ഫീൽ ചെയ്യും. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ടാണ് സ്റ്റെയർ കേസിൻ്റെ എൻട്രി. ഈ രീതിയിലാണ് ഇവിടെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഹാൻഡ് റെയിലെല്ലാം പഴയ ഹാൻഡ് റെയിൽ തന്നെയാണ്. അത് പോളിഷ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുകയാണ്. ഈ ഒരു വാൾ നമ്മൾ ഇതേ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിൻഡോസിന് ബ്ലൈൻഡ്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഡബിൾ ഹൈറ്റ് ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഷാൻഡിയർ ഡിസൈൻസ്, അതേപോലെ കോവ് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ് എല്ലാം നമ്മൾ കൊടുത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡൈനിങ് ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു വാൾ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു വാളാണ്. അപ്പോൾ അതിലിങ്ങനെ ഒരു ബുദ്ധയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസ് കയറി നമ്മളെത്തുന്നത് അപ്പർ ലിവിങ്ങിലാണ്. അപ്പർ ലിവിങ് ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 സീറ്റർ സോഫ കം അവരുടെ ഒരു പഴയ ഫർണിച്ചറാണ്. അതെല്ലാം പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കെയിൻ ചെയേഴ്സാണ്. കറക്റ്റായിട്ട് നമ്മുടെ തീമിനനുസരിച്ചിട്ട് പോളിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പർ ലിവിങ്ങിൽ 3 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം പഴയതും 1 ബെഡ്റൂം നമ്മൾ പുതുതായിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ആൻഡ് ഒരു ഡാർക്ക് തീം തന്നെയാണ് പോയിരിക്കുന്നത്. ഫ്ലോറിങ് നമ്മൾ കോമൺ ഏരിയയുടെ അതേ ഫ്ലോറിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ അപ്പർ ലിവിങ്ങിലോട്ട് കിടക്കുന്ന സമയത്ത് ഫ്ലോറിങ് നമുക്ക് അപ്പർ ലിവിങ്ങിൻ്റെയും ബെഡ്റൂമിൻ്റെ എല്ലാം ഒരേ ഫ്ലോറിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് ഡിസൈൻസ് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് പാനലിംഗ് വരുന്നുണ്ട്. ചെറിയ ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് കിങ് സൈസ് കോട്ടാണ്. കോട്ടിൻ്റെ ബാക്ക് പാനൽ ഇതേ രീതിയിലൊരു ഗ്രൂവേഴ്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. CNC പാനൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പാനലിംഗ് നമ്മൾ ഫുൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ആ ലൈറ്റിംഗ് സിസ്റ്റം എല്ലാം നമുക്ക് ആ ഒരു തീമിനോട് മാച്ചിങ് ആയിട്ടുള്ളൊരു ലൈറ്റിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. COBs ആണ് ഇവിടെ അധികവും വന്നിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കോവ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴത്തെ ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വാൾഡ്രോപ്പ് ഏരിയ ഫുൾ ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ലെങ്ത്തും പ്ലസ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ് ഏരിയയ്ക്ക് ഇതേ രീതിയിലൊരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് അവിടെ നമ്മൾ പാനലിംഗ് എല്ലാം കൊടുത്തതാണ് ഡ്രസ് ഏരിയ. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ സ്റ്റേജിൽ തന്നെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആ ഫർണിഷിങ് സ്റ്റേജിലെത്തുമ്പോൾ നല്ല ഒരു ക്ലാരിറ്റിയും വരും. നമ്മുടെ ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സലൻറ്റ് ഫീലായിരിക്കും. ഫസ്റ്റ് ഫ്ലോർ മാസ്റ്റർ ബെഡ്റൂമാണത്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെങ്ത്ത് വൈസാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ വളരെ ലെങ്ത്തി ആയിട്ടുള്ളൊരു ബെഡ്റൂമാണത്. കിങ് സൈസ് കോട്ട് വിത്ത് ഹെഡ് പാനൽ ഇതേ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ലാക്വേർഡ് ഗ്ലാസ് ആണ്. അതിൻ്റെ പാനലിംഗ് നമ്മൾ ഇതേ രീതിയിൽ PVD കോട്ടിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കുഷ്യൻ വർക്ക് നമ്മുടെ ആ ഒരു ഡാർക്ക് ലൈറ്റ് അങ്ങനെയാണ് ഒരു തീം വർക്കായിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ളൊരു കുഷ്യൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു തീം നമ്മൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് പാനലിംഗ്, കോവ് ലൈറ്റ്, പ്രൊഫൈൽ ലൈറ്റ് എല്ലാം ഇതിനനുസരിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെൻറ്റിലേഷൻ. നമ്മൾ ഈ ഒരു സോഫ്റ്റ് ഫർണിഷിംഗ് എല്ലാം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഫർണിച്ചർ കളർ തീമിനെ ബേസ് ചെയ്തിട്ട് വേണം സോഫ്റ്റ് ഫർണിഷിംഗ് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡ്രസ് ഏരിയ വരുന്നത്. ഡ്രസ് ഏരിയയുടെ പാനലിംഗ് ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മിറർ യൂണിറ്റ് ഇതേപോലുള്ളൊരു ടേബിളാണ് വന്നിരിക്കുന്നത്.
ആ ടേബിളിൻ്റെ ലെഗ് റോസ് ഗോൾഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. അത്യാവശ്യം വലിയൊരു ടോയ്ലറ്റാണ്. ആക്ച്വലി ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിന് 2 സൈഡിലായിട്ട് നമ്മൾ കോവിലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2-3 ഷെയ്ഡ് കിട്ടും. അതിൽ വാം വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ പെൽമെറ്റ് ഡിസൈൻ കുറച്ചുകൂടിയും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പെൽമെറ്റ് കുറച്ച് താഴ്ത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു പാനലിംഗ് പോലെയാണ് ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ റോഡ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കറക്റ്റായിരിക്കണം. അതേപോലെ ഈ ബെഡ്റൂമിൻ്റെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. 2 വാളിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഉള്ളതെല്ലാം നമ്മൾ വൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ ബെഡ്റൂമാണ് ഗസ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ഡിസൈൻസ് വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ചെറിയൊരു വാൾഡ്രോപ്പ്, അതേപോലെ തന്നെ ഇത് ഫ്ലോർ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ചെയ്തിരിക്കുന്നത്. കോട്ടിൻ്റെ ബേസ് വിത്ത് ഹെഡ് പാനൽ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബെഡിന് സൈസ് ആക്ച്വലി കൂടുതലായിരിക്കും. ഈ ഒരു കോട്ടിൻ്റെ ബാക്ക് സൈഡ് ഇതേ രീതിയിൽ ഒരു ലൈറ്റായിട്ടുള്ള ഒരു കുഷൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത്, ലൈറ്റ് കളർ. ആക്ച്വലി ഈ ഒരു വാൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ബാൽക്കണി സൈഡാണ് വരുന്നത്. അവിടെ നിന്ന് എക്സ്റ്റീരിയറിന് അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ബാൽക്കണി സൈഡിൽ. അതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിന് ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. പാനലിംഗ് ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ. ഇതൊക്കെയാണ് ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസ്. ഫസ്റ്റ് ഫ്ലോറിലെ ഗ്യാസിബോ ഏരിയ ആണത്. ആക്ച്വലി ഇതൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു. അത് നമ്മൾ ഒന്നുകൂടിയും ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഈ ഒരു ഷീറ്റ് കൊടുത്ത് ആ ഷീറ്റിൽ നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലൊരു പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. ബോക്സ് പാനലിംഗ് ആണ്. അതിൻ്റെ ലൈറ്റെല്ലാം നമ്മൾ കുറച്ചുകൂടി സീലിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഈവനിങ് ടൈം ഇതേപോലെ ഇരുന്നിട്ട് വന്ന് സംസാരിക്കാനൊക്കെ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ മോസ്കിറ്റോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ നമ്മൾ UPVC പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.